ഏകദൈവ വിശ്വാസത്തിൽ എന്താണ് പ്രശ്നമുള്ളത്, ഏകദൈവ വിശ്വാസം എന്തുകൊണ്ട് ശരിയല്ല എന്ന് വിശദീകരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. വീഡിയോ ഉള്ളത് വേറെ ആരുമല്ല, രവീന്ദ്രനാണ്. അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഇത്തരം വിഷയങ്ങൾ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഏകദൈവ വിശ്വാസത്തിന് ഒരു ശരിക്കും എന്താണ് പ്രശ്നം നമുക്ക് ലോജിക്കൽ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. നമ്മളത് മറുപടി പറയാൻ ഇപ്പോൾ പ്രയാസപ്പെടും ചെയ്തേക്കാം. അപ്പോൾ വീഡിയോ കാണാം. ഇത് മതങ്ങൾ പൊതുവെ അംഗീകരിക്കാറില്ല, പ്രത്യേകിച്ച് ആധുനിക മതങ്ങൾ. അവർ പറയാ ദൈവം ഒറ്റയാണ്, ഒന്നിലധികം ആളുകൾ ഉണ്ടാവില്ല. അതിൽ ഖുറാനിൽ തന്നെ പറയുന്ന ഒരു വാചകം, ദൈവങ്ങളുടെ എണ്ണം ഒന്നിലധികം ആണെങ്കിൽ അവർ തമ്മിലടിച്ച് ആകെ പ്രശ്നമാക്കുന്നു. വളരെ നല്ല ലോജിക്കാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ ചർച്ചയിലേക്ക് ഞാൻ ഒന്നിലധികം ദൈവങ്ങളെ എടുക്കുന്നില്ല. ഒന്നിലധികം ദൈവങ്ങളാണ് യഥാർത്ഥത്തിൽ കുറെ കൂടെ ഡെമോക്രാറ്റിക്. എല്ലാ അധികാരവും എല്ലാ പവറും ഒരാളിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾ ഒരു ഡെസ്പോട്ടിക് ആയിട്ടോ ഡിക്റ്ററ്റോറിയൽ ആയിട്ടോ മാറാൻ അധികം സമയം വേണ്ട. ഏകദൈവം എന്ന് പറഞ്ഞൊരു ഫാഷിസ്റ്റ് സങ്കല്പം പോലെ, അങ്ങനെ സങ്കല്പം നടത്തുന്ന പോലും ഒരു ഫാഷിസമാണ്. അപ്പൊ ബഹുദൈവങ്ങളാണെന്നല്ല, എല്ലാത്തിനും ഓരോ നടത്തി പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത് പോലെ, അല്ലെങ്കിൽ അതിന് താഴെ എല്ലാവർക്കും ഓരോ അധികാരങ്ങൾ എല്ലാവരും നോക്കി നടത്തുന്നു. പെട്ടെന്ന് തീരുമാനം എടുക്കുന്നില്ല, എല്ലാവരോടും അന്വേഷിക്കുന്നു, ആരായുന്നു. അതല്ലേ കുറച്ചുകൂടെ നല്ലത്. ജനാധിപത്യ വിരുദ്ധമാണ് ഏകദൈവം. അതൊരു ഫാഷിസ്റ്റ് സങ്കല്പമാണ്. എല്ലാ ഫാഷിസ്റ്റ് കൂട്ടായ്മകളിലും ഏകദൈവങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഏകദൈവത്തെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. അതിലൊരു കോട്ടൺ കോട്ട് സാധനമുണ്ട്, എല്ലാ ഫാസിസ്റ്റ് കൂട്ടായ്മകളിലും ഒരു ഏകദൈവം ഉണ്ടാകും. ഓക്കെ, ഇഫ് യു നോ യു നോ. ഓക്കെ, ഇനി വളരെ ആശയപരമായിട്ടുള്ള ഇതില് പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്, ഓരോരുത്തരും അവരവരുടെ ലെവലിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൽ ആകെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു പഞ്ചായത്ത് ലെവലില് ദൈവത്തെ മനസ്സിലാക്കി എന്നുള്ളതാണ് ഇയാൾക്ക് അതിലേക്ക് ഒരു പഞ്ചായത്ത് ലെവലിലേക്കുള്ള ഒരു ദൈവ സങ്കല്പം ഇയാൾ ഉണ്ടാക്കിയപ്പോഴാണ് മൊത്തത്തിൽ പ്രശ്നമായിട്ടുള്ളത്. വേറെ ഒന്നുമില്ല. അവിടെ വെച്ചാൽ ഇദ്ദേഹം ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഇവർ പൊതുവെ നമ്മളെയൊക്കെ പറയും, അല്ലെങ്കിൽ പിന്നെ വിശ്വാസികൾ, അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ദൈവാസ്തിത്വം പിന്നെ യുക്തിപരമായി തെളിയിക്കാൻ വരുന്ന ആളുകളൊക്കെ പറയും, നിങ്ങൾ പറയുന്ന ദൈവം അതെന്താണ്, അത് വളരെ ലോക്കലായ ദൈവം, അല്ലെങ്കിൽ നിങ്ങൾ മനുഷ്യന്മാരെ പോലെയാണ് ദൈവത്തെ കാണുന്നത് എന്നൊക്കെയാണ് പറയാം. യഥാർത്ഥത്തിൽ ഇത് ആർക്കാ ബാധകമായിട്ടുള്ളത്? യഥാർത്ഥത്തിൽ ബാധകമായിട്ടുള്ളത് ഇവർക്കാണ്. കാരണം ഇവര് ഈ പറഞ്ഞ ഡെമോക്രാറ്റിക് ദൈവം ഒന്നിലധികം ഉണ്ടെങ്കിലേ അത് ഡെമോക്രാറ്റിക് ആവുള്ളൂ എന്നിവർ പറയാൻ കാരണം എന്താ? അതിന്റെ കാരണം വളരെ സിമ്പിളാണ്. ഇവർ മനുഷ്യരെ പോലെയാണ് ദൈവം, മനുഷ്യരെ പോലെയാണ് അത്. പറയുന്ന റീസൺസ് ഇപ്പോൾ പറയുന്ന വെച്ചാൽ ചർച്ച ചെയ്യാം, അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കുറച്ചുകൂടി പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ടതില്ല. ഇതൊക്കെ ആർക്കാണ് വേണ്ടത്? ഇപ്പോൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുക, അല്ലെങ്കിൽ ഒരു ഷൂറ ഒരു മീറ്റിംഗ് കൂടുക, അല്ലെങ്കിൽ കുറച്ചുകൂടി ടൈം എടുത്തുകൊണ്ട് പഠിച്ചിട്ട് തീരുമാനിക്കുക. ഇതൊക്കെ ആർക്കാണ് വേണ്ടത്? അറിവിൽ ലിമിറ്റുകളുള്ള, അല്ലെങ്കിൽ തീരുമാനത്തെ തെറ്റിപ്പോകുന്ന, ഇപ്പോൾ ഇമോഷണൽ ഇംബാലൻസ് കൊണ്ടോ, ഈ ഇൻസ്റ്റെബിലിറ്റി കൊണ്ടോ, അല്ലെങ്കിൽ എന്താ പറയുക ഇത്തരത്തിൽ അറിവില്ലായ്മ കൊണ്ടോ, അങ്ങനെയൊക്കെയാണല്ലോ മനുഷ്യന്മാരെ തീരുമാനം തെറ്റുക, അബദ്ധം ഉണ്ടാവുക, കുഴപ്പങ്ങളുണ്ടാവുക. അത് ആ തരത്തിലാണ് സംഭവിക്കുക സ്വാഭാവികമായിട്ടും. അത് സംഭവിക്കുന്നത് ആർക്കാണ്? മനുഷ്യനാണ്. എല്ലാം അറിയുന്ന, സകലതും അറിയുന്ന, സകലതിൻ്റെയും നാഥനായിട്ടുള്ള, എല്ലാത്തിൻ്റെയും ഉടമയായിട്ടുള്ള പടച്ചവൻ. ആ തരത്തിൽ പടച്ചവനെ വായിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു പടച്ചവനെ പറ്റി നിങ്ങൾ പറയുന്നെങ്കിൽ അത് എത്ര പടച്ചുണ്ടെങ്കിലും കുഴപ്പമില്ല. അങ്ങനത്തെ നിങ്ങൾ പറയുന്ന ടൈപ്പ് ഓഫ് പടച്ചുണ്ടോ? ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? സകലതും അറിയുന്ന, അബദ്ധങ്ങൾ സംഭവിക്കാത്ത, അറിയാൻ പ്രത്യേക സമയം വേണ്ടതില്ലാത്ത, അല്ലെങ്കിൽ അത്തരത്തിൽ എഫേർട്ടുകൾ പ്രത്യേകം ഇടേണ്ടതില്ലാത്ത, ചർച്ച ചെയ്താൽ മാത്രം പരിഹരിക്കപ്പെടുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, അതല്ല ഈ പറയുന്ന പടച്ചവൻ. സകലതും അറിയുന്ന, സകലതിനും കഴിയുന്ന, ഒംനിപൊട്ടൻ്റ് ആയിട്ടുള്ള, എല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന, സകലതിൻ്റെയും നാഥനായിട്ടുള്ള പടച്ചവനാണ്. ആ പടച്ചവൻ അവിടെ എന്ത് പ്രോബ്ലത്തെ പരിഹരിക്കാൻ, എന്ത് പ്രശ്നത്തെ പരിഹരിക്കാനാണ് ആ പടച്ചവൻ ഒന്നിൽ കൂടുതൽ വേണ്ടത്? നമ്മൾ ലോകത്ത് എന്തിനാണ് ഈ ഡെമോക്രസി? നമ്മളിപ്പോൾ പറയും നമ്മുടെ രാജ്യം ഒരാൾ ഭരിക്കുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ കുറേ ആളുകൾ കൂടിയാലോചന നടത്തി ഭരിക്കുന്നതാണോ നല്ലതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തുകൊണ്ട് ആ ഒരു കാര്യം പറയുന്നത്? കാരണം കൂടിയാലോചനകൾ ഉണ്ടാകുമ്പോൾ വ്യത്യസ്ത പേഴ്സ്പെക്റ്റീവുകൾ വരും. എന്തിനാണ് നമുക്ക് വ്യത്യസ്തമായ പേഴ്സ്പെക്റ്റീവ്? എന്തിനു വേണ്ടിയിട്ടാണ്? പല ആളുകൾക്കും അവരുടേതായ പരിമിതികൾ ഉണ്ടാവും. ഒരാൾ ചിന്തിക്കാത്ത രീതിയിൽ വേറൊരാൾക്ക് ചിന്തിക്കാൻ പറ്റും, അയാൾക്കില്ലാത്ത അറിവ് വേറൊരാൾക്ക് ഉണ്ടാവും. ഇതൊക്കെ കൂടി ചേരുമ്പോഴാണ് നമുക്ക് നല്ലൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുക. ഇതാണ് അൾട്ടിമേറ്റ്ലി നമ്മൾ അങ്ങനെ അതാണ് വേണ്ടത്, അല്ലെങ്കിൽ അതിന് ഫേവറായിട്ട് നമ്മൾ പറയുന്ന ആർഗ്യുമെൻ്റ് അതാണ് അല്ലേ? അത് വേണം. എപ്പോൾ? ഈ രൂപത്തിൽ പരിമിതമായ അറിവുകളുള്ള സ്ഥലത്ത് ഷൂറകൾ വേണം, ഡെമോക്രസി വേണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിലുള്ള കൂടിയാലോചനകൾ വേണം. അത് നമുക്ക് ഓക്കെ എപ്പോൾ ഈ പറഞ്ഞ പരിമിതി ഉണ്ടെങ്കിൽ. ഈ പരിമിതി ഇല്ലെങ്കിലോ? അല്ല, അവിടെ ഒരു നീഡുണ്ട്, ഒരു ആവശ്യമുണ്ട്, ഒന്നിലധികം ആളുകൾ ഉണ്ടാവേണ്ട ഒരു ആവശ്യമുണ്ട്. അതാണ് ആവശ്യം. ഈ ഒരാളെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ആൾക്ക് അറിവിൽ ലിമിറ്റേഷൻ ഉണ്ട്, അറിവിൽ പരിമിതി ഉണ്ട്, അയാൾ ഇമോഷണലി അൺസ്റ്റേബിൾ ആവാം, അയാൾ ചില ആൾക്കാരുടെ ഫേവർ വരാം, അല്ലെങ്കിൽ അനീതികൾ സംഭവിക്കാം. ഇങ്ങനെ അറിവിലും പ്രശ്നമുണ്ട്, അതുപോലെ തന്നെ ഇമോഷണലും, വികാരത്തിലും, തീരുമാനം എടുക്കുന്നതിലും, ഡിസിഷൻസിലും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അതിനെ പരിഹരിക്കാൻ എന്ത് ചെയ്യുന്നു? ആളുകളുടെ എണ്ണം കൂട്ടുന്നു. അവിടെ കൗൺസിൽ വരുമ്പോൾ സ്വഭാവം ഡിസിഷൻ കുറച്ചുകൂടി അക്യുറേറ്റ് ആവുന്നു, കുറച്ചുകൂടി അൺബയാസ്ഡ് ആവുന്നു, കുറച്ചുകൂടി ജസ്റ്റിസ് ഉള്ള തീരുമാനമാകുന്നു. അതിനു വേണ്ടിയാണ് അവിടെ ആളുകളെ കൂട്ടുന്നത്. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒന്നിലധികം ആളുകളുടെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്.
ഇവിടെ എന്ത് പ്രശ്നം പരിഹരിക്കാനാണ് ഒരു ദൈവത്തേക്കാൾ എക്സ്ട്രാ ഒരു ദൈവം വേണ്ടത്? ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവനായിട്ടാണ് ദൈവത്തെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം അസ്യൂം ചെയ്യാത്തതുകൊണ്ടാണ്, അതായത് ദൈവം എല്ലാം അറിയുന്നവനാണ് എന്നുള്ള കാര്യം നമ്മൾ അത് മാറ്റി വെച്ചിട്ട് ദൈവത്തെ ലോക്കലായി കാണുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ വാദത്തിന് പ്രസക്തി ഉണ്ടാവുക. ബഹുദൈവമാണ് ഡെമോക്രാറ്റിക് എന്നുള്ള വാദത്തിന് പ്രസക്തി ഉണ്ടാവുക. കോമൺ അല്ല, ഡെമോക്രാറ്റിക് ഒരു സാധനം ഡെമോക്രാറ്റിക് ആണെങ്കിൽ അത് ശരിയാണ്, ബഹുദൈവം ഡെമോക്രാറ്റിക് ആണ് അതുകൊണ്ട് അത് ശരിയാണ്. ഏതാ വാദത്തിന്റെ മാത്രമല്ല ഇനി എന്നിട്ടോ ഇയാള് അതിന് മുമ്പ് പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, വിശുദ്ധ ഖുർആനിലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഭയങ്കര ലോക്കലായിട്ട് ദൈവത്തെ കാണുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ മതവിശ്വാസികൾക്ക് നേരെ അത് ബ്ലെയിം ചെയ്യാം. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ എന്താ പറഞ്ഞത്, ഒന്നിൽ കൂടുതൽ ദൈവം ഉണ്ടാകാൻ പറ്റില്ല എന്നുള്ളതിന് ഇസ്ലാം അല്ലെങ്കിൽ ഖുർആൻ ഒരു ലോജിക്ക് പറയാം. ആ ലോജിക്ക് എന്താ? ആ ലോജിക്ക് എന്ന് പറയുന്നത്, ഒന്നിൽ കൂടുതൽ ദൈവമുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, വില്ലിൽ കോൺട്രഡിക്ഷൻ വരും. അവരുടെ വില്ലിൽ കോൺട്രഡിക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ കോൺട്രഡിക്ഷൻ വന്നാൽ ഈ ലോകം അതെന്ത് ചെയ്യും, കുഴപ്പങ്ങൾ ഉണ്ടാവും. അതായത് അവിടെ ഇഷ്യൂസ് ഉണ്ടാവും. എങ്ങനെ ഇഷ്യൂ ഉണ്ടാവുക? ഇപ്പൊ സുപ്രീം വില്ല്, ഗോഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സുപ്രീം ആയിട്ട് വില്ലുള്ള ഏറ്റവും മുകളിലെ സ്ഥാനമുള്ള ആളാണ് ഗോഡ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇപ്പോൾ കാണുന്ന പല മതങ്ങളിലെയും ബഹുദൈവാരാധന എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ബഹുദൈവ വിശ്വാസം പലതരത്തിൽ തട്ടുകളായിട്ട് തിരിക്കും. ആരാധന കൊണ്ട് ബഹുദൈവത്വം കൊടുക്കുന്നതുണ്ട്, അതേപോലെ തന്നെ റുബൂബിയത്ത് അഥവാ അധികാരം കൊണ്ട് ബഹുദൈവത്വം കൊടുക്കുന്നതുണ്ട്. അതിൽ അധികമുള്ളത് ആരാധന കൊണ്ട് ബഹുദൈവത്വം കൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയും. ദാറ്റ് മീൻസ് ദൈവത്തിൻ്റെ ഏറ്റവും സുപ്രീമായിട്ട് അധിക മതങ്ങളിലും ഒരു ദൈവം ഉണ്ടാവും, അതിൻ്റെ താഴെ കുറേ സബ്ദൈവങ്ങൾ ഉണ്ടാവും. ആ സബ്ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ മലക്കുകളെ ആരാധിക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ പ്രവാചകന്മാരെ ആരാധിക്കുകയാണെങ്കിൽ പ്രവാചകന്മാരെ ദൈവമായിട്ട് കാണാൻ അങ്ങോട്ട് ആരാധിക്കുക, മലക്കുകളെ ദൈവമായിട്ട് കാണാൻ അങ്ങോട്ട് ആരാധിക്കുക. അപ്പോൾ ആരാധനയിലാണ് ബഹുദൈവത്വം കൊടുക്കുന്നത്. ഒപ്പം തന്നെ അവരുടെ അധികാരങ്ങളിലും അവർക്കില്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടാവും. അപ്പോൾ ആ തരത്തിലും ബഹുദൈവത്വം വരുന്നുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഇവരെ ഏറ്റവും മുകളിലുള്ള ദൈവത്തിൻ്റെ ഒപ്പാക്കുന്നില്ല. അങ്ങനെ ഒന്നിലധികം ദൈവം ഉണ്ടെന്ന് വിചാരിക്കുക. ഇഫ് ഏറ്റവും മുകളിലുള്ള ഏറ്റവും ടോപ്പിലുള്ള ഇപ്പോൾ പരമേശ്വരൻ എന്ന് പറയുന്ന, യഹോവ എന്ന് പറയുന്ന, അള്ളാഹു എന്ന് പറയുന്ന, ഇതൊക്കെ ഏറ്റവും സുപ്രീം ആയിട്ടുള്ള ഒറ്റ ദൈവത്തെ പറയുന്ന പല വാക്കുകളാണ്, പല പേരുകളാണ്. ആ പേരുകളുടെ അക്യുറസിയിലും മീനിങ്ങിലൊക്കെ ചെറിയ ചെറിയ എന്താ പറയുക ഡിഫറൻസ് ഉണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി ഇതൊക്കെ വരുന്ന ഒറ്റ ദൈവത്തിലേക്കാണ്. അപ്പോൾ ഈ ഒരു ദൈവത്തിൻ്റെ ഒപ്പം തന്നെ അതേ ലെവലിൽ മറ്റൊരു ദൈവം കൂടി ഉണ്ടെങ്കിൽ അവിടെ അത് ലോജിക്കലി ഒരു നിലക്കും സാധിക്കുന്നല്ല. അപ്പോൾ ഹൈന്ദവ മതത്തിൻ്റെ ആണെങ്കിലും ഏത് മതത്തിൻ്റെ ആണെങ്കിലും ഫിലോസഫേഴ്സ് ഒരു നിലക്കും പറയാത്തതാണ് ഞങ്ങളുടെ മതത്തിനുള്ളത് ഇത്തരത്തിലുള്ള ബഹുദൈവത്വമാണെന്ന് ആരും പറയുന്നില്ല. അവരൊക്കെ പറയാം ഞങ്ങളുടെ മതത്തിനുള്ളത് ഏകദൈവ വിശ്വാസം എന്നുള്ളതാണ്. നിങ്ങളുടെ ഒപ്പം എന്ത് ചെയ്യും, ആരാധനക്ക് അർഹരായിട്ട് കുറേ ആളുകൾ അവർ കൊണ്ടുവരും ചെയ്യും. ദൈവം ഒന്നേ ഉള്ളൂ, പക്ഷെ ആരാധനക്ക് അർഹവരൊക്കെ എന്ന് പറയുമ്പോൾ അതിലെ ലോജിക് സൈഡ് വേറെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മാറ്റിവെക്കുക തൽക്കാലം. ഇതിൽ നമ്മൾ ആലോചിക്കേണ്ടത് എന്തുകൊണ്ട് എല്ലാ മതവും ഈവൻ 30 കോടി ദൈവങ്ങളുള്ള ഹൈന്ദവ പോലും എന്തുകൊണ്ടാണ് അൾട്ടിമേറ്റ്ലി ഞങ്ങൾ ഏകദൈവ വിശ്വാസികളാണെന്ന് പറയാൻ കാരണം എന്താ? അതാണ് ലോജിക്ക്. അത് ലോജിക്കലി വേറൊന്നിനും അവിടെ ഒരു സാധുതല്ല. കാരണം എന്താണ്, ഒരേ ലെവലിൽ അൾട്ടിമേറ്റ്ലി എല്ലാം ഉദ്ദേശിച്ച് നടപ്പിലാക്കാൻ പറ്റുന്ന രണ്ട് വില്ലുണ്ടെങ്കിൽ അതെങ്ങനെ നിന്ന് പോവുക? ഏറ്റവും സിമ്പിൾ ലോജിക്കല്ലേ. ഇപ്പോൾ ഒരു വില്ല്, ഫോർ എക്സാമ്പിൾ മഴൻ്റെ വിഷയം മാത്രം എടുക്കാം. ഒരു വില്ല് വിചാരിക്കണം, ഒരു ഗോഡ് വിചാരിക്കുകയാണ് മഴ പെയ്യണം, മറ്റേ ഗോഡ് വിചാരിക്കണം മഴ പെയ്യണ്ട. ഒരേ സ്പെസിഫിക് സ്ഥലത്ത് ഒരേ സ്പെസിഫിക് സാഹചര്യത്തിലാണ് പറയുന്നത്. അപ്പോൾ മഴ പെയ്യണമെന്ന് തീരുമാനിച്ചു വിചാരിച്ചോ, ഇത് രണ്ടും കൂടി നടക്കില്ല, ഒന്നേ നടക്കുള്ളൂ. അപ്പോൾ അതിനർത്ഥം എന്താ, ആ നടക്കുന്ന ഏതാണോ അതാണ് ആക്ച്വൽ ദൈവം എന്നാണ് അതിനർത്ഥം. ഇനി ഈ രണ്ടും കൂടി നടപ്പിലാകാൻ വല്ല സാധ്യതയുണ്ടോ? ഒരു സാധ്യതയില്ല. ഇനി ഉള്ള സാധ്യത എന്താണ്, ഒരു ദൈവം മഴ പെയ്യാൻ തീരുമാനിച്ചത് കൊണ്ട് മറ്റേ ദൈവം അഡ്ജസ്റ്റ് ചെയ്യലാണ്, മീൻസ് വിട്ടുകൊടുക്കലാണ്. ദാറ്റ് മീൻസ് മറ്റേ ദൈവം ഇങ്ങനെ തീരുമാനിച്ചത് കൊണ്ട് ആ തീരുമാനത്തെ ആശ്രയിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഈ ദൈവത്തിൻ്റെ തീരുമാനം മാറ്റുന്നു, അല്ലെങ്കിൽ ഈ ദൈവത്തിൻ്റെ തീരുമാനം പിൻവലിക്കുന്നു, അല്ലെങ്കിൽ ഈ ദൈവത്തിൻ്റെ നിലപാട് ഈ ദൈവത്തിൻ്റെ തീരുമാനം അനുസരിച്ച് ആശ്രയിച്ചാകുന്നു. അപ്പം തന്നെ ദൈവം എന്നുള്ള ക്വാളിറ്റി പോയി. അഥവാ ഒരു തീരുമാനം പോലും, അല്ലെങ്കിൽ ഒരു വില്ലോ ഒരു ഇൻറ്റൻഷനോ ഒരു ഇടപെടലോ പോലും മറ്റെന്തിനെങ്കിലും ആശ്രയിച്ചായിക്കഴിഞ്ഞാൽ ആ സുപ്രീം പവർ എന്നുള്ളത് പോയി. സുപ്രീം പവർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നിനെയും ആശ്രയിക്കാതെ സ്വയം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നടപ്പിലാക്കാൻ കഴിയണം. അങ്ങനെ കഴിയുന്ന ഒന്നേ ഉണ്ടാവുള്ളൂ. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നിന് മറ്റതിനെ ആശ്രയിക്കേണ്ടി വരും. ഇതിന് ഒരുപാട് കൗണ്ടേഴ്സ് വേറെ കേട്ടോ. മീൻസ് ഇതേ ഞങ്ങൾ പറയുന്ന ആർഗ്യുമെന്റിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഇഷ്ടംപോലെ ആർഗ്യുമെന്റ്സ് അവിടെ വേറെ കിടക്കുന്നുണ്ട്. ഒറ്റ ദൈവമേ സാധ്യമാകുന്നുള്ളതിന് നമ്മൾ മാത്രമല്ല സകല മതത്തിൻ്റെയും വക്താക്കൾ പറയുന്ന ഒരുപാട് ആർഗ്യുമെന്റ്സ് ഉണ്ട്. അതിലേക്കൊന്നും പോകുന്നില്ല. ഈ കാര്യം മാത്രം എടുക്കുക. ഇതിൽ ഭയങ്കര രസം എന്താ വെച്ചാൽ ജബ്ബാർ ഈ ആയത്ത് തന്നെ വെച്ചാൽ ഇവരുടെയൊക്കെ ഒരു നിലവാരം മനസ്സിലാക്കുകയാണ്. ഇവരെങ്ങനെയാണ് ഖുർആൻ വായിക്കുന്നത് എന്നുള്ളത്. കാരണം ഇവരുടെ പ്രശ്നം എന്താ വെച്ചാൽ ഇവരൊരു ലോ ലെവൽ ടെംപ്ലേറ്റ് ഇവർ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ലോ ലെവൽ ടെംപ്ലേറ്റിൽ നിന്നിട്ട് ഇവരെന്തും വായിക്കുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് നേരത്തെ രവി ഈ ഖുർആനായത്ത് നമ്മളിപ്പം വിശദീകരിക്കുന്ന ഖുർആനായത്ത് രവി വായിച്ചപ്പോൾ കണ്ടത് നമ്മൾ കണ്ടു. ഇതേപോലെ തന്നെയാണ് ജബ്ബാർ വായിച്ചപ്പോൾ. ജബ്ബാർ വായിച്ച ഇസ്ലാമിലെ ദൈവം എന്ന് പറയുന്നത് ഗോത്രകാലത്തുള്ള സങ്കല്പങ്ങളിൽ നിന്നുള്ളത് ആയതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. കാരണം എന്താ, ഗോത്രകാലത്ത് അത് അവിടെ ചർച്ചയുടെ സമവായത്തിന്റെ സാഹചര്യങ്ങളില്ല എന്നാണ്. നമ്മൾ ആലോചിച്ച് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വെച്ചാൽ സമവായം, ദൈവങ്ങൾ ചർച്ച ചെയ്തിട്ട് സമവായത്തേക്ക് എത്തണം. ഇവിടെ ഇത് നമ്മൾ പറയുന്നത് ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ശക്തിയെക്കുറിച്ചാണ്, ഒരു അസ്തിത്വത്തെക്കുറിച്ചാണ്. ആ അൾട്ടിമേറ്റായ ശക്തിയെക്കുറിച്ച് ഇപ്പോൾ വിശദീകരിച്ചു. അതായത് ആ ശക്തിയുടെ വില്ല് മറ്റൊന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നതാവരുത് ആ വില്ല് എന്ന് പറയുന്നത്. ഇപ്പം ഒരാൾ മഴ പെയ്യണമെന്ന് തീരുമാനിക്കുന്നു. രണ്ടാമത്തെ ആൾക്ക് 2 ഓപ്ഷൻസാണ് ഉള്ളത്. ഒന്നുകിൽ ഓക്കെ, ഈ എ എന്ന് പറയുന്ന ദൈവം മഴ പെയ്യാൻ തീരുമാനിച്ചത് കൊണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യാം, ഓക്കെ ഞാൻ അതിനോട് യോജിക്കാം. അവിടെ തന്നെ ഈ ബി എന്ന് പറയുന്ന ദൈവം ഈ ബി എന്ന് പറയുന്ന ദൈവത്തിന്റെ വില്ല് ഇതിനോട് ആശ്രയിച്ചു, ഡിപ്പെൻഡന്റ് ആയി. അപ്പൊ പിന്നെ ഇതിന്റെ വില്ല് എന്തല്ല, ഒരു പിന്നെ ഇൻഡിപെൻഡന്റ് ആയ ഒരു വില്ലല്ല എന്ന് വെച്ചാൽ ഇത് ദൈവമല്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ ഓക്കെ ഇത് മഴ പെയ്യണമെന്ന് തീരുമാനിച്ചു, ഇത് മഴ പെയ്യണ്ടെന്ന് തീരുമാനിച്ചു. ഇത് രണ്ടും കൂടി നടക്കോ ഇല്ല. നടക്കണം എന്ന് വിചാരിച്ച രണ്ടാൾക്കാർ അങ്ങനെ വിചാരിച്ചാൽ എന്ത് സംഭവിക്കും? ഖുർആൻ പറഞ്ഞു ലഫസദത, കുഴപ്പമാകും. അത്രയും കൃത്യമായ വിശുദ്ധ ഖുർആനിലെ ആയത്താണത്. എന്ന് വെച്ചാൽ നമ്മളിപ്പം, അതായത് എന്തുകൊണ്ട് ബഹുദൈവത്വം പോസിബിൾ ആകില്ല, ലോജിക്കൽ ഇമ്പോസിബിലിറ്റിയാണ് എന്നുള്ളതിന് നമ്മളിപ്പോൾ പറയുന്ന ഏറ്റവും സ്ട്രോങ് ആയ ആർഗ്യുമെന്റ് ഏറ്റവും സുന്ദരമായി വിശുദ്ധ ഖുർആനിൽ സിമ്പിളായിട്ട്, അതുകൂടി സുന്ദരമായിട്ടും സിമ്പിളായിട്ടും ഏറ്റവും ലോജിക്കലിയും വിശുദ്ധ ഖുർആൻ പറയുന്നു. അതായത് ഇത്രയും ഇന്റലക്ച്വലി ആലോചിക്കാൻ പറ്റാത്ത ആൾക്കാർക്കും മനസ്സിലാവും. അതാണ് അത് വിശുദ്ധ ഖുർആൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മൾട്ടി ലെയേർഡ് മീനിങ് എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നുവെച്ചാൽ വിശുദ്ധ ഖുർആൻ ഒരേ സമയത്ത് നന്നായി ഇന്റലക്ച്വലി ഇതുപോലെ ആ രൂപത്തിൽ ആർഗ്യുമെന്റുകൾ വെച്ചുകൊണ്ട് ആലോചിക്കുന്ന ആളുകളുണ്ടാവും. അതേപോലെ തന്നെ വളരെ ലേമാൻ പേഴ്സ്പെക്റ്റീവിൽ വായിക്കുന്ന ആളുകളുണ്ടാവും. ഇതിൽ ആർക്കും മനസ്സിലാവുന്നതായിരിക്കും വിശുദ്ധ ഖുർആൻ. അതിപ്പോൾ സിമ്പിൾ ഒരു സാധാരണക്കാരോട് പറയാണ്, ഒന്നിലധികം ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവങ്ങൾ എല്ലാത്തിനും കഴിവുള്ള 2 ദൈവങ്ങളും. അപ്പോൾ 2 ദൈവങ്ങൾക്കും എല്ലാത്തിനും കഴിവുണ്ടെങ്കിൽ ഈ 2 ദൈവങ്ങളോട് കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. ഇനി ആ കുഴപ്പം എന്നുള്ളതിനെ ഈ വലിയ രീതിയിലുള്ള കോൺട്രഡിക്ഷനിലേക്ക് ഇലാബറേറ്റ് ചെയ്ത് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെയും മനസ്സിലാക്കാം. അവിടെയും വിശുദ്ധ ഖുർആനിന്റെ പദപ്രയോഗങ്ങൾ പോലും വളരെ ആണ്. അതിപ്പം ഈ വിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സയൻസിനെ അനുബന്ധിപ്പിച്ചു കൊണ്ട് പറയുന്നിടത്തൊക്കെ നമുക്കിത് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആനിൽ പല പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ആ പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ വിശുദ്ധ ഖുർആന്റെ പദപ്രയോഗങ്ങൾ നോക്കിയാൽ അന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾക്കും ഒരു സാമാന്യ ധാരണ കിട്ടുന്ന രൂപത്തിൽ എന്ത് ചെയ്യും, അത് കിട്ടും. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിലുകൾ, അതിന്റെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിലുകൾ നമുക്ക് കിട്ടുമ്പോൾ അതും നമുക്ക് മനസ്സിലാവും. അപ്പൊ അത് എത്രത്തോളം അക്യുറേറ്റ് ആണെന്നുള്ളതും നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് ശരിക്കും ഭയങ്കര മിറാക്കിളാ. അപ്പോൾ ഫോർ എക്സാമ്പിൾ എല്ലാം അറിയുന്ന ഒരാൾക്ക് 1500 കൊല്ലം മുമ്പ് സയൻസിന്റെ ഒരു പ്രബന്ധം എഴുതിയൊക്കെ വേണമെങ്കിൽ, പക്ഷെ അന്ന് ആൾക്ക് മനസ്സിലാവില്ല. ഇപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന പല കാര്യങ്ങളും പരിവർത്തിപ്പിക്കാൻ കഴിയൂല, അതിനാ കഴിവില്ല. പക്ഷെ ഓരോ നൂറ്റാണ്ടിലും ഓരോ കാലഘട്ടത്തിലുള്ള മനുഷ്യർക്ക് വ്യക്തമായി മനസ്സിലാകുകയും എന്നാൽ ഫാക്ച്വലി അത്രയും അക്യുറേറ്റ് ആയിരിക്കുകയും ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് പറയാന്ന് പറഞ്ഞാൽ ദിവ്യത്വത്തിന് വേറെ എന്തെങ്കിലും തെളിവാണോ? ഇപ്പോൾ ഒരു ഉദാഹരണം കൂടി പറയാം. വിശുദ്ധ ഖുർആനിൽ പറയുന്നു സൂര്യൻ ചലിക്കുന്നു എന്നുള്ളത്. സൂര്യൻ ചലിക്കുന്നു എന്നുള്ള ഒരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അന്നത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം സൂര്യന്റെ ഒരു ചലനം എന്ന രൂപത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ പൊതുവായ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇന്ന് നമ്മൾ സൂര്യനെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും കൂടുതൽ പഠിക്കുമ്പോൾ ആ സൂര്യന്റെ ചലനത്തെക്കുറിച്ച് പ്രയോഗിച്ച പദത്തിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്യുറസി കാണാൻ പറ്റും. ഒരു സ്വിമ്മിംഗ് മോഷൻ എന്ന രൂപത്തിലുള്ള നീന്തുന്നതാണ് പറയുന്നത്. മാത്രമല്ല ഒരു പ്രത്യേക സ്ഥാനത്തേക്ക് പോകുന്നു എന്ന് പറയുന്നു. മീൻസ് ഒരൊറ്റ പോയിന്റിലേക്ക് ഡയറക്റ്റ് ചെയ്തിട്ടാണ് ആ പോക്ക് എന്നൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളി അത് പറയുന്നു. അവിടെ 6-7 നൂറ്റാണ്ടിലെ അറബികൾക്ക് അല്ലെങ്കിൽ ഈ രൂപത്തിൽ ശാസ്ത്രം പുരോഗമിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് അത് മനസ്സിലാക്കുമ്പോഴും പൊതുവായ ഒരു അർത്ഥം കിട്ടും. എന്നാൽ വളരെ കൃത്യമായി അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലുകൾ കിട്ടിയാൽ അത് കൂടുതൽ അക്യുറേറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു. ഇവിടെയാണ് വിശുദ്ധ ഖുർആനിന്റെ അത്ഭുതം എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കാം, സൂര്യൻ ചലിക്കുന്നു എന്ന് പറയുന്നു, ഓക്കെ. പിന്നെ നമ്മളിപ്പം കണ്ടെത്തുകയാണ് സൂര്യൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റാറ്റിക്കാണ്, ഒരു തരത്തിലുള്ള ചലനവും സൂര്യൻ ഇല്ല എന്ന് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ
അവിടെ യഥാർത്ഥത്തിൽ അതൊരു വലിയൊരു പ്രശ്നമാണ്. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ആളുകൾക്ക് അത് പൊതുവായി മനസ്സിലാക്കാൻ പറ്റും. ഇന്നത്തെ ആളുകൾക്കും അത് കൂടുതൽ ഡീറ്റെയിൽ ആയി പഠിച്ചാൽ അവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന പദപ്രയോഗങ്ങളും ആക്യുറസിയുമാണ് വിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകത. നമ്മൾ ആ വിഷയമല്ല എങ്കിലും പറയാണ്, ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും സ്ട്രോങ് ആയ ആർഗ്യുമെൻ്റാണ്, ലോജിക്കൽ ആർഗ്യുമെൻ്റാണ് വളരെ സുന്ദരമായി വളരെ സിമ്പിളായി വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനെ ഈ ലോ ലെവലിൽ വായിച്ചാൽ എങ്ങനെ ഉണ്ടാകും എന്നറിയാൻ രവിനെയും ജബ്ബാറിനൊക്കെ പോയി കേട്ടാൽ മതി എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ അല്ല, അയാൾക്ക് എവിടുന്നൊക്കെയാണ് വരിക സാധനം. ഇപ്പൊ ഡെമോക്രസിയാണ് അപ്പൊ കിട്ടിയത്. അപ്പൊ ഡെമോക്രസി കിട്ടിയ ഇസ്ലാമിലെ പ്രശ്നം എന്താണ്? 20 വർഷം ഡെമോക്രസി ഇല്ലത്ര അതില്. അപ്പോൾ എനിവേ ഇത് ലോ ലെവൽ റീഡിങ്സിൻ്റെ പ്രശ്നം മാത്രമാണ്. കാരണം എന്താ വെച്ചാൽ ഒരു ഖുർആനായിട്ട് എടുക്കുന്നു, അപ്പോൾ അതിനെ എങ്ങനെ മോശമാക്കാം, എങ്ങനെ തറ ലെവലിൽ വ്യാഖ്യാനിക്കാം, എങ്ങനെ പിന്നെ അതിനെ പരിഹാസ്യമായി അവതരിപ്പിക്കാം, ഇത് മാത്രം ചിന്തിച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അതിനപ്പുറത്തേക്ക് കുറച്ചും കൂടി ഗൗരവകരമായ പഠനങ്ങളിലേക്കും ചിന്തകളിലേക്കും പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വ്യക്തമാകാൻ കൂടുതലൊന്നും ആവശ്യമില്ല, വിശുദ്ധ ഖുർആൻ തന്നെ ധാരാളമാണ് എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. അപ്പോൾ ഇസ്ലാം പറയുന്നത് എല്ലാവരെയും സൃഷ്ടിച്ച ഏകനായ ഒരു സട്ടാവിനെ കുറിച്ചാണ്. ആ ഏകനായ സട്ടാവ് ആരെയും ആശ്രയിക്കാത്ത, ഖുൽ ഹു അല്ലാഹു അഹദ്, അവൻ ഏകനാകുന്നു, അല്ലാഹു സ്വമദ്, അവൻ നിരാശ്രയനാകുന്നു, മറ്റാരെയും ആശ്രയിക്കാത്ത അല്ലെങ്കിൽ മറ്റാരുടെയും ആശ്രയം ആവശ്യമില്ലാത്ത ഏകനായ ഒരു എന്നാൽ മറ്റെല്ലാത്തിനും ആശ്രയം കൊടുക്കുന്നവനുമായിട്ടുള്ള ഏകനായ ഒരു സട്ടാവിനെയാണ് വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു ഗോത്രദൈവമല്ല. മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ഹിന്ദുവിനെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും എല്ലാവരെയും സൃഷ്ടിച്ച ഏകനായ ഒരു സട്ടാവിനെ കുറിച്ചാണ് നമ്മൾ ആ ഏകനായ ദൈവം, അറബിയിൽ പറയുകയാണെങ്കിൽ അൽ ഇലാഹ് എന്ന് വെച്ചാൽ സാക്ഷാൽ ആരാധ്യൻ, അല്ലേ, നമ്മുടെ സർവേശ്വരനായ ഒരു പടച്ചോനുണ്ട് നമുക്ക്. ആ പടച്ചോൻ അറബിയിൽ പറയുന്ന പേരാണ് അള്ളാഹ്. ആ അള്ളാഹനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. നമ്മുടെ എല്ലാ നിലക്കുമുള്ള ആരാധനകൾ അവന് മാത്രമായിരിക്കണം നൽകേണ്ടത് എന്നുള്ള വളരെ സുന്ദരമായ, ആർക്കും മനസ്സിലാകുന്ന, ആർക്കും ഉൾക്കൊള്ളാൻ യാതൊരു പ്രയാസങ്ങളുമില്ലാത്ത, ദേശപരമായിട്ടോ അല്ലെങ്കിൽ ഭാഷാപരമായിട്ടോ ഒരു തരത്തിലുള്ള കൺസ്ട്രിക്ഷൻസും ഇല്ലാതെ ആർക്കും അവരുടെ ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു ഫിത്രയിൽ നിന്നുകൊണ്ട് വിശ്വസിക്കാൻ വളരെ സിമ്പിളായി സാധിക്കുന്ന ഒരു വിശ്വാസമാണ് ഇസ്ലാമിലെ തൗഹീദ് എന്ന് പറയുന്നത്. രവി പറയുന്നത് മേ ബി ഇങ്ങനെയും ആവാം, മുസ്ലിങ്ങൾക്ക് ഒരു ദൈവം, ഹിന്ദുക്കൾക്ക് ഒരു ദൈവം, ഇങ്ങോട്ട് രണ്ടുപേരും കൂടെ ചർച്ച ചെയ്തിട്ട് ഒരു ഫൈനൽ തീരുമാനത്തേക്ക് എത്തുക. സഹോദര, അങ്ങനെയല്ല പറയുന്നത്. അഥവാ ഈ ദൈവം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരാൾ പറഞ്ഞാൽ അള്ളാഹുവിനെ അംഗീകരിക്കില്ല എന്ന് പറയാണ്. ഓക്കെ ഫൈൻ, നിങ്ങൾ എന്താ അംഗീകരിക്കുന്നത്? ഞാൻ അംഗീകരിക്കുന്നതിനെല്ലാം സൃഷ്ടിച്ച ഒരു പടച്ചുണ്ടെന്നുള്ളതാണ്. ഓക്കെ മതി, അത് അംഗീകരിച്ചാൽ മതി. അതിനെ നിങ്ങൾ പടച്ചെന്ന് വിളിച്ചാൽ മതി. പക്ഷെ അതിനെ അറബിയിൽ വിളിക്കുക അള്ളാഹു എന്നാണ്. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇത് ഏതെങ്കിലും പ്രത്യേക പേരുള്ള, പ്രത്യേക നാട്ടിലെ, പ്രത്യേക പ്രകൃതമുള്ള ഏതെങ്കിലും ആളുകളുടെ ദൈവമല്ല. ഞങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ് അല്ല അള്ളാഹു. അള്ളാഹു എന്ന് പറഞ്ഞാൽ സകലതിൻ്റെ സ്രഷ്ടാവിന് വിളിക്കുന്ന പേരാണ്, അറബിയിലെ പേരാണ്. സകലതും ഒരു സ്രഷ്ടാവ് ഉണ്ടെന്ന് പറയുന്ന ഡൈസ്റ്റിക് പൊസിഷൻ എടുക്കുന്ന, ദൈവമുണ്ടെന്ന അടിസ്ഥാനപരമായ തീസ്റ്റിക് പൊസിഷനിൽ നിൽക്കുന്ന, ആരും അംഗീകരിക്കുന്ന ഒരു സുപ്രീം നെസറി ആൻഡ് എക്സ്റ്റൻസ് ഇല്ലേ, ഏറ്റവും പരമമായി ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളുടെ എല്ലാം പിന്നിലുള്ള ഒരു നിയന്ത്രകനായി, അതിനെല്ലാം സംഭവിപ്പിക്കുന്ന, അതിൻ്റെ എല്ലാം കാരണത്തിനെ നിയന്ത്രിക്കുന്ന ആ ഒരു സ്രഷ്ടാവിനെ, ഒരു പടച്ചവനെ അംഗീകരിക്കാൻ പറ്റുന്ന ആളുകളുണ്ടല്ലോ. അംഗീകരിക്കാൻ പറ്റുന്ന ആൾക്കാരോടാണ് നിങ്ങൾ അങ്ങനെ അംഗീകരിക്കുന്ന ആ പടച്ചവനെ അറബിയിൽ അള്ളാഹു എന്ന് വിളിക്കും. ആ പടച്ചവൻ എല്ലാ ഭാഷയിലും സന്ദേശം അയച്ചിട്ടുണ്ട്, എല്ലാ ഭാഷയിലും എല്ലാ ദേശത്തിലേക്കും പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. അതിൽ അവസാന പ്രവാചകനാണ് മുഹമ്മദ് നബി സ്വല്ലം. അല്ലാതെ ആ സ്ഥലത്തേക്ക് മാത്രമുള്ള പ്രവാചകനല്ല, അവസാന പ്രവാചകനാണ്. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ലോക ജനസംഖ്യയിലേക്ക് മുഴുവനും എല്ലാ സ്ഥലങ്ങളിലേക്കുമാണ്. അതിന് സ്വാഭാവികമായിട്ടും അതിന് വേണ്ട തെളിവുകൾ അതിന് പിന്നിലുണ്ടെന്നുള്ളതാണ്. അല്ലാതെ ഏതെങ്കിലും പ്രത്യേക നാട്ടിലൊരു ദൈവത്തെ ആഗോളവൽക്കരിച്ചതല്ല. അള്ളാഹു എന്ന് പറഞ്ഞാൽ, പടച്ചോൻ എന്ന് പറഞ്ഞാൽ, സ്രഷ്ടാവ് എന്ന് പറഞ്ഞാൽ അത് എല്ലാവരുടേതുമാണ് എന്നുകൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. സത്യസന്ധമായി സത്യാന്വേഷണം മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കൂടുതലായിട്ട് പറയാനുള്ളത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.